ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 9 ഹൗ മച്ച് ഓഫ് 100. ഇതിൻ്റെ പാർട്ട് 5 ആണ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 143 കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് എ ബൈസൈക്കിൾ വാസ് 3,400 rupees ലാസ്റ്റ് മന്ത്. നൗ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 15%. വാട്ട് ഈസ് ദ പ്രൈസ് നൗ? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻസ്, ഇതുപോലെയുള്ള സെയിം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇതേ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വേറൊരു മെത്തേഡാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ടിലും ഏത് മെത്തേഡാണ് ഈസി അതാണ് നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇത് വേറൊരു മെത്തേഡാണിത്. നമുക്ക് നോക്കാം. ദ പ്രൈസ് ഓഫ് ദ ബൈസൈക്കിൾ ലാസ്റ്റ് മന്ത് ഈക്വൽ 3,400 rupees. Percentage of reduction in price equal 15%. Percentage of price to pay, അതാണ് ഈ മെത്തേഡിൽ നമ്മൾ കാണുന്നത്. അപ്പം മൊത്തം 100% ആണെങ്കിൽ ഈ റിഡക്ഷൻ പ്രൈസ് അതിൽ നിന്നും മൈനസ് ചെയ്യുന്നു. 100% മൈനസ് 15% ഈക്വൽ 85%. ദാറ്റ് ഈസ് 85 by 100. The new price equal actual price into percentage of price to pay equal actual price എത്രയാണ് 3,400 into percentage of price to pay എത്രയാണ് 85 by 100. 3,400ലെ 2 zeros-ഉം 100ലെ 2 zeros-ഉം ക്യാൻസൽ ആയി പോകും. ഇനി അവിടെ 34 into 85 ആണുള്ളത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? 2,890 rupees. സിമിലർ ഇതുപോലെയുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വേറെ മെത്തേഡാണ്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. അതിൽ നമ്മൾ റിഡക്ഷൻ പെർസെൻറ്റേജ് തരുമ്പോൾ അത് വെച്ചിട്ട് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു റിഡക്ഷൻ പെർസെൻറ്റേജ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവിഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അത് ആക്ച്വൽ പ്രൈസിൽ നിന്നും നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്തിരുന്നത് ആദ്യത്തെ മെത്തേഡിൽ ഫസ്റ്റ് പാർട്ടിലൊക്കെ. പക്ഷേ ഇതിൽ നമുക്ക് എത്രയാണോ റിഡക്ഷൻ പെർസെൻറ്റേജ് തന്നിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യും? 100%-ൽ നിന്നും മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ റിഡക്ഷൻ പെർസെൻറ്റേജ് കൊണ്ടാണ് നമ്മളിവിടെ ആക്ച്വൽ പ്രൈസുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വാച്ച് പ്രൈസ് അറ്റ് 3,680 rupees ഈസ് നൗ സോൾഡ് ഫോർ 20% ലെസ്. വാട്ട് ഈസ് ദ പ്രൈസ് നൗ? The price of watch equal 3,680 rupees. Percentage of reduction in price equal 20%. Percentage of price to pay equal മൊത്തം എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? 100%. അതിൽ നിന്നും ഈ റിഡക്ഷൻ എന്ന് പറയുന്ന 20% സബ്ട്രാക്ട് ചെയ്യുക. 100% മൈനസ് 20% ഈക്വൽ 80%. That is 80 by 100. New price equal actual price into percentage of price to pay. Actual price എത്രയാണ്? 3,680 into 80 by 100. 100ൽ ഒരു സീറോയും 80ൽ ഒരു സീറോയും വെട്ടിപ്പോകും. പിന്നെ അവിടെ 10 ആണ് താഴെയുള്ളത്. ആ 10ൽ ഒരു സീറോയും 3,680ൽ സീറോയും വെട്ടിപ്പോകും. അപ്പോൾ ഇനി ഏതൊക്കെ നമ്പറാണുള്ളത്? 368 into 8. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 2,944 rupees. തേർഡ് ക്വസ്റ്റ്യൻ. ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ദിസ് ഇയർ ഈസ് കാൽക്കുലേറ്റഡ് ടു ബി 20% മോർ ദാൻ ലാസ്റ്റ് ഇയർ. Last year's rainfall was 230 centimeters. What is the amount of rainfall this year? അപ്പോൾ the amount of rainfall this year is calculated to be 20% more than last year. ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം പെയ്ത മഴയെക്കാട്ടിലും 20% കൂടുതലാണ് ഈ വർഷം പെയ്ത മഴ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇയേഴ്സ് ഉള്ള റെയിൻഫോൾ 230 centimeters ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം എത്ര സെൻറ്റിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഇയേഴ്സ് റെയിൻഫോൾ ഈക്വൽ 230 centimeter. പെർസെൻറ്റേജ് ഓഫ് റെയിൻഫാൾ ദിസ് ഇയർ എത്ര പെർസെൻറ്റേജ് ആണ്
ഈ വർഷം കിട്ടിയ മഴ. അപ്പോൾ ഇവിടെ മോർ ഈ വർഷം കൂടുതൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം 100% ആണ്, അതിൻ്റെ കൂടെ 20% ആഡ് ചെയ്യണം. അപ്പോൾ 120% എന്ന് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ഫ്രാക്ഷനിൽ എഴുതുക? 120/100. അപ്പോൾ റിഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക 100ൽ നിന്നും. ഇപ്പോൾ ഇവിടെ മോർ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100%ൻ്റെ കൂടെ നമുക്ക് എത്രയാണോ തന്നിട്ടുള്ളത് ആ പെർസെൻറ്റേജ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ. എമൗണ്ട് ഓഫ് റെയിൻഫോൾ ദിസ് ഇയർ ഈക്വൽ ലാസ്റ്റ് ഇയേഴ്സ് റെയിൻഫാൾ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് റെയിൻഫോൾ ദിസ് ഇയർ. അപ്പോൾ ലാസ്റ്റ് ഇയർ എത്രയായിരുന്നു റെയിൻഫോൾ? 230 ഇൻറ്റു ഈ വർഷത്തെ പെർസെൻറ്റേജ് എത്രയാണ് റെയിൻഫോളിൻ്റെ? 120/100. ഇതിൽ 100ൽ ഒരു സീറോയും 120ൽ ഒരു സീറോയും വെട്ടിപ്പോകും. പിന്നെ 230ൽ ഒരു സീറോയും താഴെ ഇപ്പോൾ 10 ആണല്ലോ, 10ൻ്റെ ഒരു സീറോയും ക്യാൻസലായി പോകും. അപ്പോൾ 23 × 12 ഈക്വൽ 276 സെൻറ്റിമീറ്റർ. The question: a person earned 12,000 rupees last month and it is 6% more this month. How much is this month's earning? ഒരാളുടെ ഏർണിങ്സ് ലാസ്റ്റ് മന്ത് അതായത് കഴിഞ്ഞ മാസത്തെ ഏർണിങ്സ് 12,000 റുപ്പീസാണ്. ഈ മാസമായപ്പോൾ അത് 6% മോർ എന്ന് വെച്ചാൽ കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മാസത്തെ ഏർണിങ്സ് എത്രയാണ്? അപ്പം നമുക്കറിയാം മോർ അല്ലെങ്കിൽ മോർ എന്ന് പറയുമ്പോൾ കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? 100% ആണ് ടോട്ടൽ പെർസെൻറ്റേജ്, അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ആൻസർ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ആൻസർ: ലാസ്റ്റ് മന്ത്സ് ഏർണിംഗ് ഈക്വൽ 12,000 rupees. പെർസെൻറ്റേജ് ഓഫ് ഏർണിംഗ് ദിസ് മന്ത് ഈക്വൽ 100% plus 6%. ദാറ്റ് ഈസ് 106% ഈക്വൽ 106 divided by 100. This month's earning equal last month's earning into percentage of earning this month. That is 12,000 into 106/100. അപ്പോൾ 12,000 into 2 സീറോയും 100 into 2 സീറോയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 120 into 106 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12,720 rupees. അപ്പോൾ നമ്മൾ എക്സാമിന് നമുക്ക് ഈ മെത്തേഡാണ് ഈസി എങ്കിൽ ഇതുപോലെ ചെയ്യാം. അല്ല, ഫസ്റ്റ് പാർട്ടിലൊക്കെ നമ്മൾ ഇതേപോലത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുമെങ്കിൽ ആ മെത്തേഡിലും ചെയ്യാം. സെയിം ആൻസറാണ് കിട്ടുക. ഓക്കെ. ഇതോടുകൂടി ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.